ആദ്യ ദിനം റെക്കോർഡുകൾ പഴങ്കഥയാക്കാൻ വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് മാറിയ ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രമായിട്ടുള്ള ജനനായകൻ ഇതാ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കത്തിക്കയറുമ്പോൾ ആദ്യ ദിനം ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ ദിനം ബുക്കിങ്ങിൽ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്തിയെന്ന് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദാണ് ഈ ഒരു സിനിമ അണിയിച്ചെടുക്കുന്നത്. എന്തൊക്കെയാണ് ഭഗവന്ത് കേസരി എന്ന് പറയുന്ന ഭാരതീയ ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ലീക്ക്ഡ് പതിപ്പും പ്രിന്റും പുറത്ത് വന്നിട്ടും ഇപ്പോഴത്തെ ചിത്രത്തിനായിട്ട് വലിയൊരു സിനിമാ പ്രേമികൾ തന്നെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങിയ ആദ്യ ഒരു ദിനം പിന്നിടുമ്പോൾ തന്നെ റെക്കോർഡ് പ്രീസെയിൽ കളക്ഷൻ ഇപ്പോഴത്തെ ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് 4,92,00,000 രൂപയും, കർണാടക ബോക്സ് ഓഫീസിനായിട്ട് 3,95,00,000 രൂപയും, കേരള ബോക്സ് ഓഫീസിനായിട്ട് 1,86,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായിട്ട് 60,00,000 രൂപയും, ഓവർസീസിനായിട്ട് $1.2 മില്യൺ സ്വന്തമാക്കി. അങ്ങനെ ഏകദേശം ചിത്രം ആ ദിനം പ്രീസെയിലൂടെ മാത്രം 22,90,00,000 രൂപയോളം സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഓപ്പണിംഗ് നേടാൻ പോകുന്ന ഒരു ചിത്രമായിട്ട് മാറാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വരുമ്പോൾ ഇതിലും വലിയൊരു കളക്ഷൻ ചിത്രം ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങൾ എത്ര പേരാണ് ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രം എത്തുന്ന ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.